വെൽക്കം ടു സ്റ്റാർട്ട് സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസിലെ ബേസ്ഡ് ഓൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച് 4 കാര്യങ്ങൾ വരെ എത്തിയിട്ടുള്ളൂ. ഇനിയൊരു 3 കാര്യങ്ങളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് അവിടെ കഴിയും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസിൽ ബേസ്ഡ് ഓൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് തന്നെ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്സ് ആണ്. ഏതൊക്കെയാണ്? പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. ഇനി അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, പ്രൈവറ്റ് കമ്പനി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. പ്രൈവറ്റ് കമ്പനി ഹാസ് ബീൻ ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 68 ഓഫ് കമ്പനീസ് ആക്ട് 2013. മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹1 lakh, which provides the restrictions to its articles of association and memorandum. Companies Act 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 68 പ്രകാരം പ്രൈവറ്റ് കമ്പനിയെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? ഒരു പ്രൈവറ്റ് കമ്പനി എന്നാൽ ചുരുങ്ങിയത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 lakh ആണ്. പിന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലൂടെയും മെമ്മോറാണ്ടത്തിലൂടെയും ചില നിയന്ത്രണങ്ങൾ നൽകുന്നുണ്ട്. ഇനി അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് റെസ്ട്രിക്ട്സ് ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് അംഗങ്ങളുടെ ഷെയർസിൻ്റെ കൈമാറ്റം അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. രണ്ടാമത്തത് ലിമിറ്റ്സ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു 200. പരമാവധി അംഗങ്ങളുടെ എണ്ണം 200 ആക്കി ലിമിറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തതാണ് പ്രൊഹിബിറ്റ്സ് എനി ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ ദ ഷെയർ ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഷെയർസ്, ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പബ്ലിക്കിൻ്റെ ക്ഷണം നിരോധിക്കുന്നു. അടുത്തതാണ് പ്രൊഹിബിറ്റ്സ് എനി ഇൻവിറ്റേഷൻ ഓർ അക്സെപ്റ്റൻസ് ഓഫ് പബ്ലിക് ഡിപ്പോസിറ്റ്സ്. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്ഷണം അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് അവിടെ നിരോധിക്കുകയാണ്. സ്പെഷ്യൽ പ്രിവിലേജസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. ഇറ്റ് ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്ത് ഓൺലി 2 members. 2 മെമ്പർ മാത്രമായിട്ട് ഇത് ആരംഭിക്കാൻ കഴിയും. ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു പ്രിപ്പയർ എ പ്രോസ്പെക്ടേഴ്സ് ഒന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിസീവിംഗ് ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. അടുത്തതാണ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി ഹാസ് ബീൻ ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 71 ഓഫ് കമ്പനീസ് ആക്ട് 2013. മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹5 lakh, which is not a private company. A public company requires minimum 7 persons for its registration. There is no restriction on issue or transfer of its shares. This type of company can invite the public to purchase its shares and debentures. അതായത് പബ്ലിക് കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 71 പ്രകാരമാണ്. ഒരു പബ്ലിക് കമ്പനി എന്നാൽ ചുരുങ്ങിയത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 lakh ആണ്. ഇതൊരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കില്ല. ഒരു പബ്ലിക് കമ്പനിക്ക് രജിസ്ട്രേഷനായിട്ട് കുറഞ്ഞത് 7 പേരെയാണ് ആവശ്യം. അതിൻ്റെ ഷെയർസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് അതിൻ്റെ ഷെയർസും ഡിബഞ്ചേഴ്സും വാങ്ങാനൊക്കെ പബ്ലിക്കിനെ ക്ഷണിക്കാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അറ്റ്ലീസ്റ്റ് 7 members ആർ റിക്വയർഡ് ടു ഫോം എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി ഫോം ചെയ്യുന്നതിന് കുറഞ്ഞത് 7 members ആവശ്യമാണ്. ഇറ്റ് ഡസ് നോട്ട് ലിമിറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. പബ്ലിക് കമ്പനി പരമാവധി മെമ്പേഴ്സിനെ ലിമിറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് റെസ്ട്രിക്റ്റ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഇത് ഷെയർസിൻ്റെ കൈമാറ്റത്തെ നിയന്ത്രിക്കുന്നില്ല. നാലാമത്തതാണ് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഈസ് 3. ഡയറക്ടർമാരുടെ ഏറ്റവും കുറഞ്ഞ എണ്ണം 3 ആണ്. അഞ്ചാമത്തത് ഇറ്റ്സ് നെയിം എൻഡ് വിത്ത് ദ വേർഡ് ലിമിറ്റഡ്. അതിൻ്റെ പേര് ലിമിറ്റഡ് എന്ന വാക്കിലാണ് അവസാനിക്കുന്നത്. അടുത്തതാണ് ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് പബ്ലിക് ഡിപ്പോസിറ്റ്സ്. അതായത് ഇതിന് പബ്ലിക് ഡിപ്പോസിറ്റ്സ് സ്വീകരിക്കാം. എ പബ്ലിക് കമ്പനി ക്യാൻ ഇൻവൈറ്റ് പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഇറ്റ്സ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഒരു പബ്ലിക് കമ്പനിക്ക് അതിൻ്റെ ഷെയർസിൻ്റെയും ഡിബഞ്ചേഴ്സിൻ്റെയും സബ്സ്ക്രിപ്ഷനായി പബ്ലിക്കിനെ ക്ഷണിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസിലെ
ബേസ്ഡ് ഓൺ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസിൽ പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് എല്ലാ ചാപ്റ്ററും അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. അതുമാത്രം എനിക്ക് എപ്പോഴും പറയാനുള്ളൂ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എപ്പോഴും നമുക്ക് എഡ്യൂക്കേഷൻ മാത്രം നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം.